യൂറോപ്പിൽ പോയപ്പോഴാണ് വൈറലായത്. അതുപോലെ സകലമാന സ്ഥലത്ത് രണ്ടുപേരുടെ ഫോട്ടോ, അതും ഈ വേഷത്തിലൊന്നും അല്ല. എന്തായിരുന്നു വേഷം ആ റീൽസിലൊക്കെ? ചുരിദാറും ചുരിദാർ, പിന്നെ പാന്റ് ടോപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങള് ഗോവയിലേക്ക് എല്ലാവരും കൂടി പോയി. സിനിമയുടെ അതേപോലെ മിഥുനം പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. യൂറോപ്പിലെ 8 സ്ഥലങ്ങൾ കണ്ടു. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, പാരീസിലെ ഗോപ് ഇതൊക്കെ ഉണ്ടല്ലോ. സ്വിറ്റ്സർലൻഡ് നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ ബെൽജിയം, അവിടെ നിറച്ച് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. ഒക്കെ കഴിച്ചാ? അല്ല, ഈ നാഥുല്ല പാസ് എന്നൊക്കെ പറയുമ്പോ നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. അപ്പൊ ഈ മഞ്ഞൊക്കെ കയ്യിൽ എടുക്കാം. പിന്നെ എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും തണുപ്പൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോയി വന്നത് ഏതാ സ്ഥലം? ആൻഡമാൻസ്. എങ്ങനെയുണ്ട്? അത് ബോട്ട് യാത്രയാണ് കൂടുതൽ. കാണാൻ കുറെ ഉണ്ട്, ദ്വീപുകൾ കുറെ ഉണ്ട്. കടലിന്റെ അടിയില് കോറൽ റീഫ് അതൊക്കെ നമുക്ക് ബോട്ടിലിരുന്ന് കാണാം. ആ വീട്ടിൽ പോയപ്പോ ചേച്ചിക്ക് ഒരു നല്ല തൊപ്പി അവിടെ കൊടുത്തു. തൊപ്പി തന്നു. അവര് എവിടത്തെക്കാരാ? വിയറ്റ്നാമില്. അവിടെയും പോയിട്ടുണ്ടല്ലേ? അപ്പൊ എന്തായാലും ഈ സേവിങ്സ് വെറുതെ ബാങ്കിൽ ഇട്ട് വെക്കാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാന്ന് തീരുമാനിച്ചു. അതാണ് ഇതാണ് ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് പറയുന്നത്. നാടുകളും കാണാലോ. അങ്ങനെ ചെയ്യണേ. അപ്പൊ ഈ ഓണക്കാലത്ത് നമ്മുടെ ഹീറോസ് ആയിട്ട് എത്തിയിരിക്കുന്നത് 2 പേരാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം പേരൊന്ന് കേക്കട്ടെ, 2 പേരുടെയും. എവിടെയാണ് നാട്, വീട് ഒക്കെ കേക്കട്ടെ. എന്റെ പേര് രമണി, വടക്കാഞ്ചേരി. കൂടെ വന്നിരിക്കുന്നത് ആരാണ്? ചേച്ചി. ഓക്കെ, ചേച്ചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, കേക്കട്ടെ. ചേച്ചി വത്സല എന്ന എന്റെ പേര്. 2 പേരും ഒരുമിച്ച് താമസിക്കുകയാണ്. എത്ര കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് തറവാട്ടിൽ താമസിച്ച് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ? എത്ര കാലമായി അത്? 10-15 കൊല്ലമായി. ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഞങ്ങൾ നോക്കുമ്പോഴേ ഈ റീൽസിലും അതുപോലെ സകലമാന സ്ഥലത്ത് 2 പേരുടെ ഫോട്ടോ, അതും ഈ വേഷത്തിലൊന്നും അല്ല. എന്തായിരുന്നു വേഷം ആ റീൽസിലൊക്കെ? ചുരിദാർ, പിന്നെ പാന്റ് ടോപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാ പോയത്? എങ്ങനെയാ റീൽസ് വൈറലായത്? യൂറോപ്പിൽ പോയപ്പോഴാണ് വൈറലായത്. വത്സലാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയപ്പോ ഏത് സ്ഥലമാണ്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് ആണ്. എന്താ അങ്ങനെ ഇഷ്ടാവാൻ വല്ല പ്രത്യേകിച്ച് കാരണമുണ്ടോ? മഞ്ഞക്കോടൊക്കെ നടക്കലൊക്കെ ഇല്ലേ, അത് കാരണം തന്നെ. ആദ്യമായിട്ടാണോ മഞ്ഞ് അവിടെ പോകുമ്പോ കാണുന്നേ? പിന്നെ അവിടെ പെട്ടി കയറി 10-60 പേര് കൂടിയിട്ട് ഒരു ഇതിലേ കേറിയിട്ട് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് അവിടെയാണ് അതൊക്കെ കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ഈ മുകളിലേക്കൊക്കെ പോകുമ്പോ പേടിയൊന്നും തോന്നിയില്ല? പേടിയൊന്നും തോന്നിയില്ല, കുറെ പേരില്ലേ. അപ്പൊ അത് കാരണം ഒന്നും പ്രശ്നമില്ല അല്ലേ? അല്ല, ഈ യൂറോപ്പ്, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇങ്ങനെ? നമ്മുടെ നാട്ടിലങ്ങനെ ഇന്ത്യയില് കുറെ സ്ഥലത്ത് ആധ്യാത്മികമായിട്ട് പോയിട്ടുണ്ട്. കേബിൾ കാറിലൊക്കെ പോയിട്ടുണ്ട്. മലമ്പുഴ, അത് നമ്മുടെ ബദ്രീനാഥ്, ദ്വാരക, മധുര, വൃന്ദാവനം ഒക്കെ പോയിട്ടുണ്ട്. പഴനി, മധുര, കാശി, രാമേശ്വര, അയോധ്യ. തീർത്ഥയാത്ര ആണല്ലേ? തീർത്ഥയാത്ര ആദ്യം തുടങ്ങിയ ബദ്രീനാഥ്. ഏത് പ്രായത്തിലാണ് തീർത്ഥയാത്രയൊക്കെ തുടങ്ങിയത്? 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ വടക്കാഞ്ചേരി ഒരു ആധ്യാത്മിക പ്രബോധന സംഘം ഉണ്ടായിരുന്നു. അവിടെ നാരായണീയൊക്കെ പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെ പതുക്കെ യാത്ര അങ്ങനെ പഠിച്ചപ്പോ ഞങ്ങള് ടൂർ പോയതാ. അങ്ങനെ ആധ്യാത്മിക അവരുടെ കൂടെ. അങ്ങനെ ആദ്യത്തെ യാത്ര അങ്ങനെ നിങ്ങൾ 2 പേരായിട്ട് പോയത് ദ്വാരകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? അന്ന് ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നേ. ബിന്ദുവിനോടൊക്കെ ചോദിച്ച് ഞാനും പോകട്ടെ ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ബിന്ദു എന്ന് പറയുന്നത് മകളാണ്. മകൾതാ. അപ്പൊ മകളുടെ അടുത്ത് ചോദിച്ചിട്ട് അന്ന് 70ാമത്തെ വയസ്സിൽ ചേച്ചിയുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പെർമിഷൻ എടുക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഇവരുണ്ടല്ലോ കൂടെ. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് എപ്പോ തോന്നുന്നു അപ്പൊ ഞങ്ങൾ യാത്ര പോകും. അതെ അല്ലേ? വിളിച്ചു തുടങ്ങി. ഇപ്പൊ മകളുടെ പേരക്കുട്ടി, അവളുടെ മകള്, അവൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് യാത്രയായി. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങള് ഗോവയിലേക്ക് എല്ലാവരും കൂടി പോയി. സിനിമയുടെ അതേപോലെ
മിഥുനം പോലെ. മിഥുനം പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ അവളുടെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്പ, അതും പോയ സ്ഥലം കൊള്ളാലോ. ഗോവയിൽ ഇഷ്ടായത്? ഗോവയിൽ ബീച്ചൊക്കെ നല്ലത് തന്നെ അവിടുത്തെ. പിന്നെ വേറെ പിന്നെ വേറെ അവള് ഈ കടലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനത്തിൽ കയറി പോണുണ്ട്. ആ അതെ. അപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി പേടിയായി. ഞങ്ങൾ പോയില്ല, അവര് പോണ് കണ്ടിട്ട്. ഓ, അത് കണ്ടിട്ട് പേടിച്ചു. അപ്പൊ പോണം തോന്നിയില്ലേ? അവൾക്ക് സാഹസങ്ങൾ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞങ്ങള് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ഇവരുടെ കൂടെ സിക്കിം. ഓക്കെ, സിക്കിം പോയി. പിന്നെ വേറെ ഏതൊക്കെ? ഗുവാഹട്ടിയിലായിരുന്നു അങ്ങേര് ജോലി. അപ്പൊ അവിടെ പോയി. ഓക്കെ, കോൺവെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ PhD കിട്ടിയിട്ട്. അപ്പൊ നാഥുലാം പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ. അവിടെ പോയി. അവിടെയും മഞ്ഞൊക്കെ തന്നെയാണ്. അല്ല, ഈ നാഥുലാ പാസ് എന്നൊക്കെ പറയുമ്പോ നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാ. അപ്പൊ ഈ മഞ്ഞൊക്കെ കയ്യിൽ എടുക്കാം. പിന്നെ എന്തൊക്കെ എടുത്തുണ്ടായിരുന്നു. ആ, അപ്പൊ ഇത്രയും തണുപ്പൊന്നും പ്രശ്നം ഉണ്ടായില്ല? ഒരു കൊല്ലായി. ഇപ്പൊ അതും കുറച്ചുകൂടി ചെറുപ്പമായിരുന്നല്ലോ. 70 വയസ്സൊക്കെ നല്ല ചെറുപ്പമായിരുന്നു അല്ലേ? ഇപ്പഴും ചെറുപ്പം തന്നെയാണ്. അപ്പൊക്കെ ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നേ. ഇപ്പൊ ഇത്തിരി ആരോഗ്യം കുറഞ്ഞു. എന്താ ആരോഗ്യത്തിന് എന്താ പ്രശ്നം? കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. എന്ത് 70ാമത്തെ വയസ്സ് തൊട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു മടുപ്പ്, അയ്യോ മതി ഇനി തിരിച്ചു വീട്ടിൽ പോവാം, അങ്ങനെ തോന്നിയാ? തോന്നുന്നുണ്ട്. ഇനി എല്ലാം മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കട്ടാ. നമ്മള് പ്രായമുള്ളവരൊക്കെ പോയാൽ എന്തെങ്കിലും വീഴുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാൻ പറ്റേ. പക്ഷെ ഇതുവരെ വീണിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഇനി വീണാലോ എന്നുള്ള പേടി. അതെ അല്ലേ? പേടിയൊക്കെ മാറ്റി വെക്കാം. എന്താ വെച്ചാൽ നമുക്ക് യാത്ര പോണം ഇനിയും. പ്രായമില്ലേ വെറുതെ. അല്ല, ഇതിന് മുന്നേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോയി വന്നത് ഏതാ സ്ഥലം? ആൻഡമാൻസ്. എങ്ങനെയുണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ? അത് ബോട്ട് യാത്രയാണ് കൂടുതൽ. എന്നിട്ട് എപ്പോഴും ബോട്ട് യാത്ര. കാണാൻ കുറെ ഉണ്ട്, ദ്വീപുകൾ കുറെ ഉണ്ട്. കടലിന്റെ അടിയില് കോറൽ റീഫ് അതൊക്കെ നമുക്ക് ബോട്ടിലിരുന്ന് കാണാം. ഓ, നല്ല രസമല്ലേ? അപ്പൊ നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി എവിടെ പോണെന്നാണ് ആഗ്രഹം? അത് ചുമ്മാ എനിക്ക് ആഗ്രഹമില്ല. ഇനി അപ്പൊ ഇവിടെ തൃശ്ശൂർ നമ്മുടെ വടക്കാഞ്ചേരിയിൽ തന്നെ ആയിരിക്കോ? വടക്കാഞ്ചേരിയിൽ വേണമെന്നാണ് ആഗ്രഹം. വേറെ എവിടെയും യാത്ര? അങ്ങനെ യാത്ര യൂറോപ്പിലെ 8 സ്ഥലങ്ങൾ കണ്ടു. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, പാരീസിലെ ഗോപ് ഇതൊക്കെ ഉണ്ടല്ലോ. സ്വിറ്റ്സർലൻഡ് നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ ബെൽജിയം. അവിടെ നിറച്ച് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. ഒക്കെ കഴിച്ചാ? അല്ല, ഇത്രയും സ്ഥലങ്ങളിൽ പൊതുവെ പിന്നെ ഏതാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഒരുപാട് നടക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടത്തെ പോലെ അങ്ങനെ കാറോ കാറുണ്ട്, നമ്മൾ കൂടുതൽ നടക്കണം. അപ്പൊ കുറേ ദൂരം നടക്കണ്ടേ? അപ്പൊ നടന്നപ്പോ ക്ഷീണോ ബുദ്ധിമുട്ടോ ഇരിക്കാനൊക്കെ പറ്റും കുറച്ചു നേരമൊക്കെ. അവിടെ അപ്പൊ ഭക്ഷണത്തിനൊക്കെ എന്താ ചെയ്തേ? നമ്മുടെ സാധാരണ പോലെ നോൺ കഴിക്കില്ല, ബാക്കിയെല്ലാം കഴിക്കാൻ. ബാക്കിയെല്ലാം അപ്പൊ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായി. ബ്രെഡ് ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്, ഫ്രൈഡ് റൈസ് ഉണ്ടാവും. നോണൊന്നും കഴിക്കില്ല ഞങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും അതിനുശേഷം ഹാപ്പി ആയിട്ട് കുറെ യാത്രകൾ പോയി. ഇപ്പൊ എന്തായി? എല്ലാ പത്രത്തിലും എല്ലാ ഇന്റർനെറ്റിലും ഒക്കെ ഇത് തന്നെയാണ്. അവിടുന്ന് വന്നതിന് ശേഷമാണ് അത്. അതെ, വീട്ടുകളിൽ ഇങ്ങനെ എപ്പോഴും ആൾക്കാർ വന്നിട്ട് ഓരോന്ന് ചോദിക്കും. എന്ത് ചോദിക്കും? അല്ല, ഇങ്ങനെ വരും ചാനലുകാർ. അങ്ങനെ സൂപ്പറായി അല്ലേ? അതുപോലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും അറിയാത്തവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴേ ചോദിക്കും, ഇങ്ങനെ പേപ്പറിൽ കണ്ടു എന്നൊക്കെ പറയും. അതെ അല്ലേ? അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വൈറൽ സ്റ്റാർസ് ആയി മാറി. ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ക്ലബ് FM സ്റ്റുഡിയോയില് ഹീറോസ് ആയിട്ടാണ്. അത് മനസ്സിലായോ? നമ്മുടെ ക്ലബ് FM KL ഹീറോസ് ആണ്. രമണി അമ്മൂമ്മയും വത്സല അമ്മൂമ്മയും. അറിയോ അത്? അപ്പൊ എന്തിനാ ഹീറോസ് എന്നറിയോ? കാരണം സാധാരണഗതിയിൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കും. പക്ഷേ എന്താണ് രണ്ടുപേരും ചെയ്തത്? എന്ത് ചെയ്തു? യാത്ര ചെയ്തു. അല്ല, ഇപ്പൊ ഓണക്കാലാണല്ലോ. അപ്പൊ ഓണത്തിന് സാധാരണ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് കുറെ റീൽസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ മേടിച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഇടും. അവിടെ എപ്പോഴും ഇടാറുണ്ട്. അതെ, മാവേലി വയ്ക്കും. മാവേലി പൂജ നടത്തും. അവിടെ എല്ലാം ചെയ്യും. കുട്ടികളുണ്ടെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കും.
അങ്ങനെ ഓണം. പണ്ടത്തെ ഓണം, അതായത് ചെറുപ്പത്തിലുള്ള ഓണം എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോൾ പൂവൊക്കെ പറിച്ച് നല്ല വട്ടത്തിൽ കുറേ അന്നൊക്കെ സന്തോഷത്തില് പറിക്കാൻ പോവും. ഉപ്പേരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കുക. ഇതൊക്കെ തന്നെ അന്നൊക്കെ പണിയിൽ. അവിടെ ഊഞ്ഞാലൂടാറുണ്ട്. കൈകൊട്ടി കളിക്കാൻ അടുത്ത അയൽവക്കക്കാരൊക്കെ വരും. അങ്ങനെ അവരൊക്കെ കൂടി കൈകൊട്ടി കളിക്കും. പിന്നെ തുമ്പി തുള്ളലുണ്ട്. തുമ്പി തുള്ളൽ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാ? ഒരു സ്ത്രീ ഇങ്ങനെ വെറുതെ പാട്ട് പാടിയിട്ട് വേറെ ആൾക്കാർ പാടുമ്പോ തുള്ളും. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മള് തുമ്പി തുള്ളല് നിർത്തി. ഇപ്പൊ ഇതൊന്നും കാണാറില്ല. ഇല്ല, ഒന്നും കാണാറില്ല. ഇപ്പൊ കൈകൊട്ടി കളിയൊക്കെ ടിവിയില് കാണാൻ. ഓണസദ്യനെ ഹോട്ടലിൽ നിന്നല്ലേ, വീട്ടിലുണ്ടാക്കല് കുറവല്ലേ. അത് കാണുമ്പോ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഞങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല അല്ലേ? ഞങ്ങൾക്ക് ഉണ്ടാക്കണതാ ഇഷ്ടം. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് നേരത്തെ വറുത്ത് വെക്കും. ഓ, ഓക്കെ. ശർക്കര വരട്ടി, കാളൻ, ശർക്കര വരട്ടി, കാളൻ, പുളിഞ്ചി, നാരങ്ങ എല്ലാം ഉണ്ടാക്കും. അതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കും. ഈ പ്രായത്തിലും ഒരു ദിവസം എങ്ങനെയാണ്, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ എങ്ങനെയാണ് രണ്ടുപേരുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്? ഞാൻ രാവിലെ എൻ്റെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക ആദ്യം. പിന്നെ ഭൂമിയെ തൊട്ട് തലയിൽ വയ്ക്കും. എന്നിട്ട് പല്ല് വെച്ച് കുളിച്ച് വിളക്കെത്തിക്കും. പിന്നെ അടുക്കളയിൽ പോയി കാപ്പിക്ക് വെള്ളം വയ്ക്കും, ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇടും. പിന്നെ കൂട്ടാൻ വയ്ക്കാൻ കഷ്ണം 5 മണിക്ക് എനിക്കും. എല്ലാ ദിവസവും 5 മണിക്ക് എനിക്കും. എന്നിട്ട് അങ്ങനെ എല്ലാ പണികളും തീർത്തു വയ്ക്കും. എല്ലാ പണി അപ്പോഴേക്കും രമണിയെ വിളിക്കും. ഞാൻ ഉടനെ രമണിയെ വിളിക്കാറുണ്ട്. രമണിയും വരും. ഇനി രമണി അമ്മ പറയൂ. അപ്പൊ രാവിലെ എല്ലാം ഇതേപോലെ ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് എല്ലാം ഉണ്ടാക്കും. അപ്പേക്കും ഇവരെല്ലാവരും പോവും. മക്കളും പേരക്കുട്ടികളും എല്ലാവരും പോയ അവിടെ സഹായത്തിനൊരു കുട്ടിയുണ്ട്. ആ കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ കുടിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഞാൻ ഈ ഇത് വായിക്കും. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം വായിക്കാറുണ്ട്. പിന്നെ പേപ്പർ വായിക്കും. ടി വി ഇരുന്ന് കാണും. പണ്ട് കുറെ കഴിഞ്ഞിട്ട്, അപ്പോഴൊന്നുമില്ല. 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കില്ലേ, അപ്പോൾ കാണും കുറച്ച്. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യക്ക് ഇവരൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് എന്തെങ്കിലും കാപ്പിയോ പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഒരു ദിവസം വെറുതെ ഇരിക്കില്ല? വെറുതെ ഞാൻ ഇരുന്നിട്ടില്ല. ചിലപ്പോ ഇവര് സൺഡേ ഇവര് ഉണ്ടാക്കാന്ന് പറയും. അപ്പൊ ബിരിയാണി അല്ലെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ കയറണ്ടെന്ന് പറയും. പിന്നെ ഞങ്ങള് വായിച്ചോണ്ടിരിക്കേ വെറുതെ ഇരിക്കും. സിനിമയൊക്കെ കാണാറുണ്ടോ? വിളിക്കുമ്പോ പോവാറുണ്ട്. ഇപ്പൊ ഏതാ കണ്ടത്? ലേറ്റസ്റ്റ് സിനിമ ഏതാ? പോയിട്ടില്ല. ഇപ്പൊ കുറച്ച് മോഹൻലാലിന്റെ തുടക്കം, ദൃശ്യം ഇഷ്ടായാ? ഫൈറ്റ് ഒക്കെ ഇഷ്ടായാ? ദൃശ്യം കണ്ട്. ദൃശ്യം 2, 2 കണ്ടിട്ടുണ്ട്. അപ്പൊ 3 കണ്ടു. എല്ലാം ഓർമ്മയിൽ നിൽക്കുവോ ഈ കണ്ടതൊക്കെ? എനിക്ക് ഓർമ്മ ഇത്തിരി കുറവാ, ഇടയ്ക്കൊക്കെ മറക്കും. ഓക്കെ. ആ സിനിമ പോട്ടെ. ഇപ്പൊ ശരിക്കും കുറെ നമ്മൾ യാത്രകളൊക്കെ ചെയ്തല്ലോ. അപ്പൊ ഈ യാത്രയുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും നല്ല രസകരമായ ഒരു അനുഭവമോ, അതായത് ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? വല്ല ഫോറിനേഴ്സ് വന്ന് സംസാരിക്കേ അങ്ങനെ എന്തെങ്കിലും? അത് ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ, ഏതൊരു വീട്ടിൽ പോയി, ഇവളുടെ സ്കൂൾ ഏതോ അറിയുന്ന ഒരു സ്കൂളിലത്തെ ആ വീട്ടിൽ പോയപ്പോൾ ചേച്ചിക്ക് ഒരു നല്ല തൊപ്പി അവർ കൊടുത്തു. തൊപ്പി തന്നു. അവര് എവിടത്തെക്കാരാ? വിയറ്റ്നാമില്. അവിടെയും പോയിട്ടുണ്ടല്ലേ? കംബോഡിയ, വിയറ്റ്നാം. അവിടെ താമസിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. മലേഷ്യ, സിംഗപ്പൂര്. ബാക്കി രാജ്യം വല്ലതുണ്ടോ? ശ്രീലങ്ക പോയിട്ടില്ലാന്നോ? പോയി. പോവാത്ത ഏതെങ്കിലും രാജ്യം ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഇനി അതാണ് ലിസ്റ്റിൽ പെടുത്തേണ്ടത് അല്ലേ? ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ല. അന്ന് എന്താണ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്? അവിടെ ജോലിയും തിരക്കല്ലേ, കുട്ടികളെയൊക്കെ നോക്കണ്ടേ, പഠിക്കുന്ന സമയം ഒക്കെ അല്ലേ. എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പത്തിലേ മരിച്ചു. അത് തന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഒരിക്കൽ അബോർഷനായി, പിന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോയി. എവിടെയായിരുന്നു ജോലി? ഏജീസ് ഓഫീസിൽ. ഞാനിവിടെ വർക്ക് ചെയ്ത് തൃശ്ശൂർ ഏജീസ് ഓഫീസിൽ. എൻ്റെ അമ്മ അവിടെ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ അങ്ങനെ
അതൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് അല്ല, ഈ ഇപ്പൊ ഇത്രയും യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇതിന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പൈസയൊക്കെ ഉണ്ട്. ഞങ്ങളെടുക്കും. നിങ്ങളുടെ സ്വന്തം? ആഹാ. പെൻഷൻ? പൈസ എനിക്ക് പെൻഷൻ ഉണ്ട്. ആ. അവിടുത്തെ സ്ഥലമൊക്കെ കുറച്ച് കൊടുത്ത് നമ്മുടെ സ്വന്തം തറവാട്ടിലത്തെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ വീട് കൊടുത്തു ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേ. ഞാൻ അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ പൈസയൊക്കെ പാക്കിട്ടു, ഇതൊക്കെ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ട്. അപ്പൊ എന്തായാലും ഈ സേവിങ്സ് വെറുതെ ബാങ്കിൽ ഇട്ട് വെക്കാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാന്ന് തീരുമാനിച്ചു. അതാണ് ഇതാണ് ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് പറയുന്നത്. നാടുകളിലും കാണാലോ. അങ്ങനെ ചെയ്യുന്നത്. അടിപൊളിട്ടാ. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആദ്യം നമ്മളൊരു ഹോട്ടലിൽ കയറിയെന്ന് വെക്കുക, ഫസ്റ്റ് എന്താണ് നോക്കുന്നത്? എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം അമ്മമാർക്ക്? ബാത്റൂം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് വെള്ളം. പിന്നെ വേറെ കുറച്ചു മുമ്പ് മകള് വേറെന്തോ ഒരു സാധനം ഇങ്ങനെ തപ്പി പോകുന്നു പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? വൈഫൈ ഉണ്ടോ? വൈഫൈ എന്താണ് അത്? ഹോട്ടലിൽ വൈഫൈ. അത് മൊബൈലുണ്ടായിരുന്നു ഞങ്ങളുടെ. ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടത്തേക്ക് വേറെ വൈഫൈ അല്ലേ, അപ്പൊ അത് കിട്ടണമെങ്കിൽ അത് വെക്കണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങള് വൈഫൈ അന്വേഷിക്കുന്നത് അല്ലേ, അല്ലാതെ വേറൊന്നുമല്ല. മൊബൈലിൽ നോക്കണമെങ്കിൽ അത് വേണ്ടേ. ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കോ? നോക്കാറുണ്ട്. റീൽസ് നോക്കോ? ഇങ്ങനെ എന്റെ ടിവിയിൽ, എന്റെ മൊബൈലിൽ കൊച്ചുമക്കൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാ റീൽസ്. ഇഷ്ടാണോ റീൽസ്? ഇഷ്ടൊക്കെയാണ്. ചെയ്തിട്ടുണ്ടോ വല്ല റീലും? ചെയ്യണ്ടേ നമുക്ക്? അവിടെ എവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടല്ലോ. നമ്മളെവിടെ പോയപ്പോ, ഇവിടെ ആൻഡമാൻസിൽ പോയപ്പോ ആ കുട്ടി എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്ത? പാട്ട് പാടിയോ? ഡാൻസ് ചെയ്തോ? ഒന്നുമില്ല, നടന്നു പോണത് അത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ എന്നാലും അതും വൈറലാവും. എഴുതും അല്ലേ? എന്താ എഴുതാറ് സാധാരണ? യാത്രാ വിവരണമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. യാത്രാ വിവരണമൊക്കെ എഴുതാറ്. ആഹാ, അങ്ങനെയല്ലേ. അപ്പൊ ശരി, ഞാനിപ്പോ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഒരു യാത്രാ വിവരണം ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പറയോ? ഞാൻ കണ്ണടച്ച് ഇനി കേൾക്കാനേ പോകുന്നുള്ളൂ. കേക്കട്ടെ. കാശ്മീരിൽ പോയിട്ടുണ്ട്. കേക്കട്ടെ. അവിടെ ഞങ്ങൾ ടെന്റിലൊക്കെ താമസിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അവിടുത്തെ കാശ്മീരിൽ തണുപ്പ്, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കുറേ പേര് തടഞ്ഞു നിർത്തി ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാശ്മീർ പോയപ്പോൾ പേടിയൊന്നും തോന്നിയില്ലേ? ടെന്റിൽ താമസിച്ചു. പേടിയുണ്ടായിരുന്നു. പേടിയൊന്നും അങ്ങനത്തെ ഇവരൊക്കെ കൂടെ ഉണ്ട്. പട്ടാളക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ചെക്കിങ് എല്ലാവരും ഇറക്കി, കുറേ പേരെ ഇറക്കിയിട്ടൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു വണ്ടിയിലേ. അവിടുത്തെ കഹ്വ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ചായ, അത് കുടിച്ചോ? അതും കുടിച്ചിട്ടുണ്ട്. ഇഷ്ടായോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനി യാത്രകൾ പോണം, അതിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല. ഓക്കെ, ഒരു ദിവസവും വെറുതെ ഇരിക്കരുത്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കണം. അല്ല, ഇത് ഇപ്പൊ നിങ്ങളുടെ ഈ യാത്ര കണ്ടിട്ട് വേറെ അമ്മമാരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്? NSSന്റെ കൂടെ വന്ന ആൾക്കാരില്ലേ, 15 പേരാണ് ഞങ്ങൾ പോയതേ. അവർക്ക് ഇനി യാത്ര വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവര് പറയുന്നുണ്ടാവും, കണ്ടില്ലേ ഇവരൊക്കെ, പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം, തിരുവല്ലാമണിക്ക് പോവാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചാ വരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യട്ടോ, ഞങ്ങളൊക്കെ വീട്ടിലിരിക്കാം, നിങ്ങൾ യാത്ര പോകാൻ നല്ലത്. അതേ നടക്കൂ. വരാം, ഞങ്ങളെ പിടിക്കും വേണം, വിഴാതെ നോക്കണ്ടേ. അതൊന്നും സാരമില്ല, പിന്നെ സൂപ്പർ വുമൺ ആണ് രണ്ടുപേരും അല്ലേ. അപ്പൊ എന്തായാലും ഇനി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചല്ലോ, ഇനി ഞാൻ പറയുന്ന പോലെ തിരിച്ചു പറയോ? ക്ലബ് FM, ക്ലബ് FM ടൺ കണക്കിന് ഫൺ എന്ന് പറഞ്ഞേ അമ്മ പറഞ്ഞേ. ക്ലബ് FM ടൺ കണക്കിന് ഫൺ. അടുത്ത മത്സരമ്മ. ക്ലബ് FM ടൺ കണക്കിന് ഫൺ. അടിപൊളി, സൂപ്പർ. ഞാനായിരുന്നു ഇത്ര നേരം സംസാരിച്ചത്. കൂടെ സംസാരിച്ചത് ആരാ? പേരെന്താ എന്റെ? ആരുടെ? എന്റെ പേര് പറഞ്ഞു. സ്മൃതി. എന്തായാലും അമ്മൂമ്മമാരെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്തായാലും കുറേ യാത്ര പോകണം, ജീവിതം അങ്ങ് ആസ്വദിക്കണം. സെറ്റല്ലേ? ശരിയല്ലേ? ശരിയാണ്, പറഞ്ഞേ. ശരിയാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം.